കൊമേഴ്ഷ്യൽ പേപ്പർ ആൻഡ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡിപ്പോസിറ്റ്. ആദ്യം നമുക്ക് കൊമേഴ്ഷ്യൽ പേപ്പർ എന്താന്ന് നോക്കാം. കൊമേഴ്ഷ്യൽ പേപ്പറിനെ നമുക്ക് വേണമെങ്കിൽ ചുരുക്കി CP എന്ന് വിളിക്കാം. കൊമേഴ്ഷ്യൽ പേപ്പറിനെ നമുക്ക് CP എന്ന് വേണമെങ്കിൽ റെഫർ ചെയ്യാവുന്നതാണ്. CP എന്ന് പറഞ്ഞാൽ ഒരു അൺസെക്യൂർഡ് പ്രോമിസറി നോട്ടാണ്. ഇത് രണ്ട് വാക്കുകളിൽ ഈ സെന്റൻസിൽ തന്നെ കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അൺസെക്യൂർഡ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഡിബഞ്ചർ പഠിച്ചപ്പോഴും ബോണ്ട് പഠിച്ചപ്പോഴും എല്ലാം അവിടെ അൺസെക്യൂർഡ്, സെക്യൂർഡ് അല്ലെ മോർഗേജ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ടേമുകൾ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അൺസെക്യൂർഡ് എന്താണ്, സെക്യൂരിറ്റി വേണ്ടാത്ത കാര്യങ്ങളെയാണ് നമ്മൾ അൺസെക്യൂർഡ് എന്ന് പറഞ്ഞത്. അപ്പൊ ഇവിടെ എന്താ ചെയ്യണ്ട, ആരാണോ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്നത് അല്ലെ ആരാണോ ലെൻഡ് ചെയ്യാൻ വരുന്ന ആൾ, ആ ലെൻഡ് ചെയ്യാൻ വരുന്ന ആൾക്ക് എന്ത് വേണ്ട, സെക്യൂരിറ്റി ഒന്നും ആവശ്യമില്ല. സെക്യൂരിറ്റി ഒന്നും ആവശ്യമില്ലാതെ കാശ് കടമായിട്ട് തരാൻ റെഡി ആയിട്ടുള്ള ആൾക്കാരാണ് അൺസെക്യൂർഡ് ക്രെഡിറ്റർ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇതും എന്താണ്, ഒരു അൺസെക്യൂർഡ് ഇൻസ്ട്രുമെന്റ് ആണ്. അൺസെക്യൂർഡ്. അപ്പൊ ഇവിടെ എന്തിന്റെ ആവശ്യമില്ല, പൈസയ്ക്ക് ആവശ്യമല്ലേ, പൈസ കടം വാങ്ങിക്കാൻ ആവശ്യം വരുന്ന ആൾക്കാരോട് അത് കൊടുക്കാൻ റെഡിയുള്ള ആൾക്കാർ സെക്യൂരിറ്റി ഒന്നും ആവശ്യപ്പെടുന്നില്ല. മാത്രമല്ല ഇതൊരു അൺസെക്യൂർഡ് പ്രോമിസറി നോട്ടാണ്. പ്രോമിസറി നോട്ട് നമ്മൾ ബിൽ ഓഫ് എക്സ്ചേഞ്ച്, പ്രോമിസറി നോട്ട് രണ്ട് ടേമുകൾ പഠിക്കുന്നതാണ്. ഇപ്പൊ പ്രോമിസറി നോട്ട് എന്ന് പറഞ്ഞാൽ എന്താ, ജസ്റ്റ് ഒന്ന് നോക്കിക്കേ, എ സൈൻ document containing a written promise to pay a stated sum to a specified person or to the bearer at a specified date or on demand. എന്താ അവിടെ ഒരു പ്രോമിസറി നോട്ട് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പ്രോമിസ് ഉണ്ട്. പ്രോമിസ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സ്പെസിഫൈഡ് സം തന്നോളാം എന്ന് പറഞ്ഞ് നമ്മൾ എഴുതി കൊടുക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണെന്ത്, പ്രോമിസറി നോട്ട് എന്ന് പറയുന്നത്. അപ്പൊ കാശ് കടം വാങ്ങിക്കുന്ന ആള് കടം കൊടുക്കാനുള്ള ആൾക്ക് ഇത്ര രൂപ ഞാൻ നിനക്ക് അങ്ങോട്ട് തരാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്യുമെന്റില് പ്രോമിസ് എഴുതി കൊടുക്കുന്നതാണ്, ഒരു സമ്മതപത്രം എഴുതി കൊടുക്കുന്നതിനെയാണ് പ്രോമിസറി നോട്ട് എന്ന് പറയുന്നത്. ഇതെന്താണ്, അൺസെക്യൂർഡ് പ്രോമിസറി നോട്ടാണ് കൊമേഴ്ഷ്യൽ പേപ്പർ. ആദ്യത്തെ ഫീച്ചർ പഠിച്ചു വെക്കുക, അൺസെക്യൂർഡ് പ്രോമിസറി നോട്ടാണ്. ഇനി ഇതെങ്ങനെയാണ് ഇഷ്യൂ ചെയ്യുന്നത്, ആരാ ഇഷ്യൂ ചെയ്യുന്നത്, ഇഷ്യൂഡ് ബൈ എ കമ്പനികളാണ് ഇത് ഇഷ്യൂ ചെയ്യുന്നത്. ഫിക്സഡ് മച്യൂരിറ്റി, ഒരു മച്യൂരിറ്റി പീരീഡിലേക്ക് വേണ്ടിയിട്ടാണ് ഇത് ഇഷ്യൂ ചെയ്യുന്നത്. ആര് അപ്രൂവ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ RBI റിസർവ് ബാങ്ക് അല്ലെ നമ്മുടെ അപ്പെക്സ് ബാങ്ക് ആയിട്ടുള്ള അല്ലെ നമ്മുടെ സെൻട്രൽ ബാങ്ക് ആയിട്ടുള്ള റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അപ്രൂവ് ചെയ്തിട്ടുള്ള ഒരു മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് ആണ് കൊമേഴ്ഷ്യൽ ബാങ്ക്. ഇന്ത്യയിൽ നമ്മൾ ഇത് എന്നാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, 1990കളിലാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി പീരീഡ് ഓഫ് മച്യൂരിറ്റി മേ റേഞ്ച് ഫ്രം 7 days to 1 year. ഇനി ഇതിന്റെ കാലാവധി എത്ര ദിവസം മുതൽ എത്ര നാൾ വരെയാണ്, 7 ദിവസം മുതൽ 1 വർഷം വരെയാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന കൊമേഴ്ഷ്യൽ പേപ്പറിന്റെ കാലാവധി നമ്മൾ കൊടുക്കുന്നത്. ഇനി ഇൻസ്ട്രുമെന്റ് ഈസ് നെഗോഷ്യബിൾ ബൈ എൻഡോസ്മെന്റ് ആൻഡ് ഡെലിവറി. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ കൊമേഴ്ഷ്യൽ പേപ്പറിനെ എന്ത് ചെയ്യാം, മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്യുന്നതിന് കുഴപ്പമില്ല. അപ്പൊ നെഗോഷ്യബിൾ ആണ്, ട്രാൻസ്ഫറബിൾ ആണ്. അപ്പൊ ഞാൻ വാങ്ങിച്ച പ്രോമിസറി നോട്ട് ആണെങ്കിൽ എനിക്ക് മറ്റൊരാൾക്ക് പേയ്മെന്റ് കൊടുക്കാനുണ്ടെങ്കിൽ അത് അവർക്ക് കൈമാറ്റം ചെയ്യുന്നതിന് തടസ്സമില്ല. അപ്പൊ ഇൻസ്ട്രുമെന്റ് ഈസ് നെഗോഷ്യബിൾ ബൈ എൻഡോസ്മെന്റ് ആൻഡ് ഡെലിവറി. ഇനി ഇത് എങ്ങനെയാണ് ഇഷ്യൂ ചെയ്യുന്നത്, ഇഷ്യൂഡ് ഡിസ്കൗണ്ട്. നമ്മൾ ഈ ഡോക്യുമെന്റ് ഡിസ്കൗണ്ടിലാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്. ആരാ ഇഷ്യൂ ചെയ്യുന്നത്, ഇഷ്യൂഡ് ബൈ, ഓൾറെഡി പറഞ്ഞു ഇഷ്യൂഡ് ബൈ കമ്പനിയാണ്. ഏത് തരത്തിലുള്ള കമ്പനിയാ, ഇഷ്യൂഡ് ബൈ ലാർജ് ക്രെഡിറ്റ് വർത്തി കമ്പനീസ് ആസ് എ മീൻസ് ഫോർ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്. അപ്പൊ ലാർജ് ക്രെഡിറ്റ് വർത്തിനെസ് ഉള്ള ഇഷ്ടംപോലെ പൈസ കൈകാര്യം ചെയ്യുന്ന കമ്പനികൾ അവരുടെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റുകൾക്ക് വേണ്ടിയിട്ട്, വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ, ഡേ ടു ഡേ ഫംഗ്ഷനിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായി വരുന്ന ക്യാപിറ്റലിനെയാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പൊ ഈ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി ലാർജ് ക്രെഡിറ്റ് വർത്തി കമ്പനീസ് ആണ് എന്ത് ഇഷ്യൂ ചെയ്യുന്നത്, നമ്മുടെ കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് ഇഷ്യൂ ചെയ്യുന്നത്. ഇനി അടുത്ത കുറച്ച് ഫീച്ചേഴ്സ് കൂടെ ഉണ്ട്. ടോട്ടൽ എമൗണ്ട് ഓഫ് CP എന്ന് പറഞ്ഞാൽ എന്താണ്, കൊമേഴ്ഷ്യൽ പേപ്പർ. ടോട്ടൽ എമൗണ്ട് ഓഫ് CP ഇഷ്യൂ ഷുഡ് നോട്ട് എക്സീഡ് ദ വർക്കിംഗ് ക്യാപിറ്റൽ ലിമിറ്റ് സാങ്ഷൻ ബൈ ബാങ്ക് ഓർ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കൊമേഴ്ഷ്യൽ പേപ്പർ ഇഷ്യൂ ചെയ്യുന്നത് കമ്പനികളാണ്. ആ കമ്പനികൾ തന്നെ ലാർജ് ക്രെഡിറ്റ് വർത്തിനെസ് ഉള്ള കമ്പനികളാണ് കൊമേഴ്ഷ്യൽ പേപ്പർ ഇഷ്യൂ ചെയ്യുന്നത്. അവരിൽ അവരുടെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊമേഴ്ഷ്യൽ പേപ്പർ ഇഷ്യൂ ചെയ്യുന്നത്. ഇനി അത് എത്ര ഇഷ്യൂ ചെയ്യുന്ന കൊമേഴ്ഷ്യൽ പേപ്പറിന്റെ എമൗണ്ട് എത്ര രൂപയെ കൂടാൻ പാടില്ല, ഷുഡ് നോട്ട് എക്സീഡ് ദ വർക്കിംഗ് ക്യാപിറ്റൽ ലിമിറ്റ്. അവർക്കൊരു വർക്കിംഗ് ക്യാപിറ്റലിന്റെ ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റിൽ കൂടുതൽ ഒരിക്കലും കൊമേഴ്ഷ്യൽ പേപ്പർ നമ്മൾ ഇഷ്യൂ ചെയ്യാനായിട്ട് പാടില്ല. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൊമേഴ്ഷ്യൽ പേപ്പർ ഇഷ്യൂ ചെയ്യുന്നത്. അത് കൂടാതെ തന്നെ ഒരിക്കലും വർക്കിംഗ് ക്യാപിറ്റൽ ലിമിറ്റ് എക്സീഡ് ചെയ്ത് പോകാനായിട്ട് പാടില്ല. ഇനി ആരാണ് പ്രധാനമായിട്ടും കൊമേഴ്ഷ്യൽ പേപ്പറുകളെ ഇഷ്യൂവേഴ്സ് എന്ന് പറയുന്നത്,
ലീസിംഗ് ആൻഡ് ഫിനാൻസ് കമ്പനീസ് വേണമെങ്കിൽ അവർക്ക് ഇഷ്യൂ ചെയ്യാം വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റിന് വേണ്ടിയിട്ട്. മ്യൂച്വൽ ഫണ്ട്സ് അവർക്ക് ഇഷ്യൂ ചെയ്യാം. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവർക്ക് ഇഷ്യൂ ചെയ്യാം. ഷെഡ്യൂൾ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഇവർക്കെല്ലാം എന്ത് ചെയ്യാം? കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറയുന്ന ഈ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റിന് വേണ്ടിയിട്ടോ അല്ലെ ഫിനാൻഷ്യൽ റിക്വയർമെന്റിന് വേണ്ടിയിട്ട് എല്ലാവർക്കും ഇഷ്യൂ ചെയ്യാം. ഇനി ആർക്കാണ് ഇഷ്യൂ ചെയ്യുന്നത്? ഇഷ്യൂ ടു CP ക്യാൻ ബി ഇഷ്യൂ ടു ഇൻഡിവിജ്വൽസ്, ബാങ്ക്സ്, കോർപ്പറേറ്റ് ആൻഡ് നോൺ കോർപ്പറേറ്റ്സ്. അപ്പോൾ ഈ ലീസിംഗ് ആൻഡ് ഫിനാൻസ് കമ്പനി, മ്യൂച്വൽ ഫണ്ട്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക് ഇവർക്കെല്ലാം ഫണ്ടിന്റെ ഡെഫിസിറ്റ് ഉണ്ട്. ഇവരിത് ഇഷ്യൂ ചെയ്യും. ആർക്ക് ഇഷ്യൂ ചെയ്യും? ഇൻഡിവിജ്വൽസ്, ബാങ്ക്സ്, കോർപ്പറേറ്റ് ആൻഡ് നോൺ കോർപ്പറേറ്റ്. ഇവരുടെ കയ്യിലൊക്കെ ഫണ്ടിന്റെ എക്സസ് ഫണ്ട് ആയിരിക്കും ഇരിക്കുന്നത്. അപ്പൊ ഇവർക്ക് എന്ത് ചെയ്യാം? ഇൻഡിവിജ്വൽസിനും ബാങ്ക്സിനും കോർപ്പറേറ്റ്സിനും ഒക്കെ ഈ സർട്ടിഫിക്കറ്റ് ഓഫ് പ്രോമിസറി കൊമേഴ്ഷ്യൽ പേപ്പർ വാങ്ങിക്കുന്നത് വഴി ഈ പറയുന്ന ആളുകൾക്കെല്ലാം കാശ് കടം കൊടുക്കുന്നതിന് കുഴപ്പമില്ല. ഇനി ഇതിന്റെ കുറച്ച് പ്രത്യേകതകൾ എന്താന്ന് വെച്ചാൽ there is not much documentation between the issuer and investor. ഇവിടെ നമുക്ക് ഇഷ്യൂ ചെയ്യുന്ന ആള് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾ, ഇഷ്യൂ ചെയ്യുന്ന ആളായിരിക്കും ആവശ്യക്കാരൻ, ഇൻവെസ്റ്റർ ആയിരിക്കും കാശ് ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്ന അല്ലെ എക്സസ് ഫണ്ട് ഉള്ള ആൾ ഇൻവെസ്റ്റർ ആയിരിക്കും, ഡെഫിസിറ്റ് ഫണ്ട് ഉള്ള ആളായിരിക്കും ഇവിടെ ഇഷ്യൂർ എന്ന് പറയുന്നത്. ഇനി ഇഷ്യൂറും ഇൻവെസ്റ്ററും നമ്മൾ ഒത്തിരി ഡോക്യുമെന്റേഷൻ ഫോർമാലിറ്റീസോ കാര്യങ്ങളൊന്നും ഇതിനകത്ത് വരുന്നില്ല. there is not much documentation. ഒരിക്കലും ഒത്തിരി ഡോക്യുമെന്റേഷനോ പേപ്പർ വർക്കോ ഒന്നും ഈ പൈസ കടമെടുക്കുന്നതിന് വരുന്നില്ല. ഇറ്റ് ഈസ് എ ഫ്ലെക്സിബിൾ ഇൻസ്ട്രുമെന്റ്. ഇത് എന്താണ്? ഒരു ഫ്ലെക്സിബിൾ ഇൻസ്ട്രുമെന്റ് ആണ്. The maturity date can be tailored as to the cash flow of the company. ഇനി ഒരു ഫിക്സഡ് മച്യൂരിറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് ഫ്ലെക്സിബിലിറ്റി ഇതിനകത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. നമുക്ക് ആവശ്യമുള്ള സമയത്ത് അല്ലെങ്കിൽ റിക്വയർമെന്റ് പെട്ടെന്ന് നമുക്ക് ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മച്യൂരിറ്റി ഡേറ്റ് ടൈലർ ചെയ്യാം. ടൈലർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ആവശ്യമായിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ ഈ കൊമേഴ്ഷ്യൽ പേപ്പറിൽ വരുത്തുന്നതിന് കുഴപ്പമില്ല. ഇനി അടുത്ത ഇറ്റ് എൻഷ്യൂർ ഹൈ റിട്ടേൺ ടു ഇൻവെസ്റ്റർ. ആരാണോ ഈ കാശ് ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്ന അല്ലെങ്കിൽ ആരാണോ എക്സസ് ഫണ്ട് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസും കമ്പനീസും കോർപ്പറേറ്റ്സും ഒക്കെ ഇവർക്ക് എപ്പോഴും ഒരു ഹൈ റിട്ടേൺ എൻഷുർ ചെയ്യാനായിട്ട് കൊമേഴ്ഷ്യൽ പേപ്പറിന് സാധിക്കുന്നതാണ്. ഇനി അടുത്ത നമ്മുടെ ഇൻസ്ട്രുമെന്റ് ആണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡിപ്പോസിറ്റ്. നമ്മൾ രണ്ട് ഇൻസ്ട്രുമെന്റുകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പഠിക്കാൻ പോണത്. കൊമേഴ്ഷ്യൽ പേപ്പറും സർട്ടിഫിക്കറ്റ് ഓഫ് ഡിപ്പോസിറ്റും. കൊമേഴ്ഷ്യൽ പേപ്പർ നമ്മൾ ഓൾറെഡി നോക്കി. ഇനി സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ആണുള്ളത്. സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ നെഗോഷ്യബിൾ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്. ഒരു നെഗോഷ്യബിൾ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് ആണ്. എന്ന് പറഞ്ഞാൽ എന്താ? ട്രാൻസ്ഫർ ചെയ്യുന്നതിന് ഒരു തടസ്സവും ഇല്ല. എങ്ങനെയാണ് ഇത് ഇഷ്യൂ ചെയ്യുന്നത്? ഇഷ്യൂഡ് ഇൻ ഡീമെറ്റീരിയലൈസ്ഡ് ഫോം. ഒരു ഡിമാറ്റ് ഫോമിലായിരിക്കും നമ്മൾ ഈ ഇൻസ്ട്രുമെന്റ് ഇഷ്യൂ ചെയ്യുന്നത്. ഇനി എങ്ങനെ ഇതിന്റെ ട്രാൻസാക്ഷൻ എങ്ങനെയാണ്? ഫോർ ഡിപ്പോസിറ്റഡ് അറ്റ് എ ബാങ്ക് ഓർ വിത്ത് അതർ എലിജിബിൾ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ എ സ്പെസിഫൈഡ് പീരീഡ് ഓഫ് ടൈം. അപ്പൊ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾ എന്ത് ചെയ്യും? അയാളുടെ ഫണ്ട് ഒരു ബാങ്കിലോ അല്ലെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിലോ ഒരു സ്പെസിഫൈഡ് പീരീഡ് ഓഫ് ടൈമിലേക്ക് നിക്ഷേപിക്കും. ഇനി അത് ഇഷ്യൂ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഡിസ്കൗണ്ടിലായിരിക്കും ആവശ്യക്കാരൻ ഇത് ഇഷ്യൂ ചെയ്യുന്നത്. ഇനി CDs ആർ issued by scheduled commercial bank and selected all India financial institution permitted by RBI. ഇനി ഇത് വേണം ആർക്കൊക്കെ ഇഷ്യൂ ചെയ്യാം? എല്ലാ കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്കും ഇഷ്യൂ ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യുന്ന കൊമേഴ്ഷ്യൽ ബാങ്കുകൾ ഈ സർട്ടിഫിക്കറ്റ് ഓഫ് ഡിപ്പോസിറ്റ് ഇഷ്യൂ ചെയ്യുന്നത് വഴി അവരുടെ ഷോർട്ട് ടേം ഫണ്ടിന്റെ റിക്വയർമെന്റുകളെല്ലാം നടക്കാനായിട്ട് പറ്റും. അപ്പൊ ഈ കൊമേഴ്ഷ്യൽ ബാങ്കുകാര് ഈ സർട്ടിഫിക്കറ്റ് ഓഫ് ഡിപ്പോസിറ്റ് ഇഷ്യൂ ചെയ്യുമ്പോൾ ആരുടെ കയ്യിലാണോ എക്സസ് ഫണ്ട് ഉള്ളത് അവർ വന്ന് ഈ സർട്ടിഫിക്കറ്റ് ഓഫ് ഡിപ്പോസിറ്റ് വാങ്ങി അവരുടെ പൈസ ഈ ബാങ്കിൽ ഒരു ഡിപ്പോസിറ്റ് ആയിട്ട് നിക്ഷേപിക്കും. എന്നിട്ട് ആ നിക്ഷേപിച്ചിട്ട് നമുക്ക് എന്ത് കൊടുക്കും? അപ്പൊ ബാങ്കുകാരുടെ ആവശ്യം നടക്കും. ബാങ്കുകാർ തിരിച്ചു കൊടുക്കും. എന്ത് ചെയ്യും? തിരിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് അതിന്റെ ഒരു റിട്ടേണോട് കൂടിയിട്ടായിരിക്കും ആ പൈസ ഇൻവെസ്റ്റേഴ്സിന് തിരിച്ചു കൊടുക്കുന്നത്. അല്ലെങ്കിൽ ആരാണോ ഈ സർട്ടിഫിക്കറ്റ് ഡിപ്പോസിറ്റ് വാങ്ങിച്ചുകൊണ്ട് പോയ ആൾക്കാർ അവർക്ക് നമ്മൾ ഈ പൈസ തിരിച്ചു കൊടുക്കുമ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്കുകാര് അതിനുള്ള റിട്ടേണൂടെ കൊടുത്തിട്ടായിരിക്കും ഇവരെ നമ്മൾ സെറ്റിൽ ചെയ്യുന്നത്. ഇനി ബാങ്ക് ക്യാൻ ഓഫർ CD വിച്ച് ഹാവ് മച്യൂരിറ്റി ബിറ്റ്വീൻ 7 days to 1 year. ഇനി ബാങ്കുകാർ അവരുടെ ഫിനാൻഷ്യൽ റിക്വയർമെന്റിന് വേണ്ടിയിട്ടാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഇഷ്യൂ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അത് എങ്ങനെയൊക്കെ തിരിച്ചു കൊടുക്കാം? മച്യൂരിറ്റി പീരീഡ് എന്ന് പറഞ്ഞാൽ 7 days to 1 year. 7 ദിവസത്തിനുള്ളിൽ വേണം തിരിച്ചു കൊടുക്കാം. 1 വർഷത്തിനുള്ളിൽ തിരിച്ചു കൊടുക്കാം. 7 വർഷത്തിനുള്ളിൽ കൊടുക്കുന്നത് എങ്ങനെയാ? അപ്പൊ 7 ദിവസത്തേക്ക് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഡിപ്പോസിറ്റ് ഇവിടെ സ്വീകരിക്കുന്നത്. അപ്പോൾ 7 ദിവസത്തേക്ക് വേണ്ടിയിട്ട് ആ ഡെപ്പോസിറ്റ് നിക്ഷേപിക്കാൻ ഇപ്പൊ 10 ലക്ഷം രൂപയാണ് ബാങ്കിന് ആവശ്യമെന്ന് വിചാരിക്കുക. 7 ദിവസത്തിനുള്ളിൽ 10 ലക്ഷം രൂപ ഡിപ്പോസിറ്റ് ചെയ്ത ആൾക്ക് ബാങ്കുകാരെ തിരിച്ചു കൊടുക്കുകയും ചെയ്യും. അപ്പൊ 7 ദിവസം മുതൽ 1 വർഷം വരെയുള്ള കാലാവധിയാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റിന്റെ മച്യൂരിറ്റി എന്ന് പറയുന്നത്.
ഇനി വേണമെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്ക് ഈ മച്യൂരിറ്റി റേഞ്ച് അല്ലെ മച്യൂരിറ്റി ഡേറ്റ് വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാം. 1 to 3 years വരെയും സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റുകളെ നമ്മൾ കൊടുക്കാറുണ്ട്. ഇനി CDs ആർ അവൈലബിൾ ഇൻ ദ ഡിനോമിനേഷൻ ഓഫ് 1 lakh ആൻഡ് ഇൻ മൾട്ടിപ്പിൾ thereafter. കുറച്ച് രൂപയ്ക്കൊന്നും അല്ല കൊടുക്കുന്നത്, 1 ലക്ഷം അതിന്റെ മൾട്ടിപ്പിൾസ് ഒക്കെ ആയിട്ടായിരിക്കും നമ്മൾ എപ്പോഴും സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. ഇനി എപ്പോഴും നമ്മൾ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഇഷ്യൂ ചെയ്യുന്ന ഒരു ഡിമാറ്റ് ഫോമിലായിരിക്കും, ഡീമെറ്റീരിയലൈസ്ഡ് ഫോമിലായിരിക്കും സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് നമ്മൾ എപ്പോഴും ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നത്. ഇനി ബാക്കിയുള്ള പ്രത്യേകതകൾ, ഇറ്റ് ഈസ് എ ഡോക്യുമെന്റ് ഓഫ് ടൈറ്റിൽ ടു ടൈം ഡെപ്പോസിറ്റ്. ടൈം ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റുകളെ തന്നെയാണ് ടൈം ഡെപ്പോസിറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ആ ടൈം പീരീഡ് കഴിയുമ്പോൾ നിക്ഷേപിച്ച തുക നിക്ഷേപിച്ച വ്യക്തിക്ക് ബാങ്കുകാർ തിരിച്ചു കൊടുക്കുവാണ് ടൈം ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതും എന്ത് തന്നെയാണ്, ഒരു ടൈം ഡെപ്പോസിറ്റ് പോലെ തന്നെയാണ്. അപ്പൊ 7 ദിവസത്തേനുള്ള ടൈം ഡെപ്പോസിറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും, 7 ദിവസത്തേക്ക് വേണ്ടിയിട്ടായിരിക്കും ആ ഡെപ്പോസിറ്റർ ആ പൈസ ബാങ്കിൽ കൊണ്ട് നിക്ഷേപിക്കുന്നത്. 7 ദിവസം കഴിയുമ്പോൾ ബാങ്കുകാർ ആ പൈസ അങ്ങോട്ട് തിരിച്ചു കൊടുക്കുകയും ചെയ്യും. അപ്പൊ ഒരു ടൈം ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ടൈം ഡെപ്പോസിറ്റ് പോലെ തന്നെയാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് വരുന്നത്. അൺലൈക്ക് ട്രഡീഷണൽ ടൈം ഡെപ്പോസിറ്റ്, അപ്പോൾ നമ്മൾ സാധാരണ ബാങ്കുകാർ കൊടുക്കുന്ന ഫിക്സഡ് ഡെപ്പോസിറ്റിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റിനുള്ള പ്രത്യേകത എന്താ, ആർ ഫ്രീലി നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആൻഡ് ഓഫൻ റെഫർ ടു ആസ് നെഗോഷ്യബിൾ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്. അപ്പൊ ഇവിടെ ട്രഡീഷണലി നമ്മൾ നോക്കുവാണെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് നമ്മൾ കൊടുത്താൽ, ഇപ്പോൾ ആരുടെ പേരിലാണോ ഫിക്സഡ് ഡെപ്പോസിറ്റ് നമ്മൾ നിക്ഷേപിക്കുന്നത് അവർക്ക് മാത്രമേ അത് വിഡ്രോ ചെയ്യാനും പിന്നെ അതിന്റെ ട്രാൻസാക്ഷൻസ് നടത്താനും പറ്റത്തുള്ളൂ. ഇനി ഡിപ്പോസിറ്റ് ചെയ്ത വ്യക്തിയുടെ അഭാവത്തിൽ അവരുടെ നോമിനിക്ക് വേണമെങ്കിൽ ആ പൈസ സ്വീകരിക്കാനുള്ള പ്രൊവിഷൻ ഒക്കെ ഉണ്ട്. പക്ഷെ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു ടൈം ഡെപ്പോസിറ്റ് ബേസിസിൽ തന്നെയാണ് കൊടുക്കുന്നത്. അത് ഫ്രീലി നെഗോഷ്യബിൾ ആണ്. എന്ന് വെച്ചാൽ എന്താ, ഞാനാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ എന്റെ പൈസ അല്ലെങ്കിൽ എന്റെ പേരിൽ നമ്മൾ എടുത്ത സർട്ടിഫിക്കറ്റ് മറ്റൊരാൾക്ക് എനിക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് കുഴപ്പമില്ല. അപ്പൊ ട്രാൻസ്ഫർ ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ആർക്കാണോ ട്രാൻസ്ഫർ ചെയ്തത് ആ വ്യക്തിക്ക് ബാങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ ആ പൈസ, ഞാൻ നിക്ഷേപിച്ച പൈസ തിരിച്ചു മേടിക്കാനായിട്ട് പറ്റും. അപ്പൊ ഫ്രീലി നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനൊരു പേരൂടെ ഇട്ട് വിളിക്കും, നെഗോഷ്യബിൾ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്. അപ്പോൾ മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ട് ഇതിനെ നെഗോഷ്യബിൾ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്നും കൂടെ നമുക്ക് വിളിക്കാനായിട്ട് സാധിക്കും. ഇന്ത്യയിൽ നമ്മൾ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നാണ്, 1989-ലാണ്, 1989-ലാണ് നമ്മൾ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് ഇന്ത്യയിൽ വ്യാപകമായിട്ട് ഉപയോഗിച്ച് തുടങ്ങിയത്. ഇനി CDs pays the depositor a specified amount of interest. അപ്പൊ മക്കളെ ഒന്ന് ശ്രദ്ധിക്കുക, നമ്മൾ സാധാരണ ഫിക്സഡ് ഡെപ്പോസിറ്റുകളോ ടൈം ഡെപ്പോസിറ്റുകളോ സേവിങ് അക്കൗണ്ടോ അല്ലെ കറണ്ട് അക്കൗണ്ടോ ഒക്കെ തുടങ്ങുമ്പോൾ അവിടെ നമുക്ക് എന്തുണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ട്. ഇവിടെ അതുപോലെ എന്തുണ്ട്, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റിനും നിക്ഷേപിക്കുന്ന വ്യക്തിക്ക് അല്ലെ ഇൻവെസ്റ്ററിന് ഇഷ്യൂർ കൊടുക്കുന്നത് എന്തായിരിക്കും, ഒരു സ്പെസിഫൈഡ് എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് ആയിരിക്കും കൊടുക്കുന്നത്. ആ ഇൻട്രസ്റ്റ് എത്ര കാലത്തേക്കായിരിക്കും കൊടുക്കുന്നത്, സ്പെസിഫൈഡ് എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് ഡ്യൂറിങ് ദ ടൈം ഓഫ് സർട്ടിഫിക്കറ്റ്. എത്ര കാലാവധിക്ക് വെച്ചിട്ടാണ് നമ്മൾ ഈ സർട്ടിഫിക്കറ്റ് ഡെപ്പോസിറ്റ് ഇഷ്യൂ ചെയ്യുന്നത്, ആ കാലാവധിക്ക് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ എന്ത് കൊടുക്കുന്നത്, ഇൻട്രസ്റ്റ് നമ്മളിവിടെ കൊടുക്കുന്നത്. അത് കൂടാതെ പ്ലസ് ദ പർച്ചേസ് പ്രൈസ് ഓഫ് ദ CD അറ്റ് മച്യൂരിറ്റി, അത് കൂടെ നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന ഡിസ്കൗണ്ടിലാന്ന് പറഞ്ഞു. അപ്പൊ ഈ മച്യൂരിറ്റി പീരീഡ് കഴിയുമ്പോൾ പൈസ തിരിച്ചു കൊടുക്കണമല്ലോ. പൈസ തിരിച്ചു കൊടുക്കുമ്പോൾ ഇൻട്രസ്റ്റ് കൂടാതെ പർച്ചേസ് പ്രൈസ് എത്രയാണോ അല്ലെ ഫേസ് വാല്യൂ എത്രയാണോ ആ ഫേസ് വാല്യൂവിന്റെ എമൗണ്ടും കൂടെ നമ്മൾ ഈ സർട്ടിഫിക്കറ്റ് ഡെപ്പോസിറ്റിന്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് കൂടാതെ ടുഡേ നെഗോഷ്യബിൾ CDs ആർ സോൾഡ് ഇൻ ലാർജ് ഡിനോമിനേഷൻ ആൻഡ് ക്യാൻ ബി റീസോൾഡ് ഇൻ ദ സെക്കൻഡറി മാർക്കറ്റ്. അപ്പൊ ഇങ്ങനത്തെ നെഗോഷ്യബിൾ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഡെപ്പോസിറ്റുകൾ നമ്മുടെ മാർക്കറ്റുകളിൽ ലാർജ് ഡിനോമിനേഷനിലൂടെ നമ്മൾ കൊടുക്കുക. 1 ലക്ഷം അല്ല, അതിന്റെ മൾട്ടിപ്പിൾസ്, അതിന്റെ ഇരട്ടി പൈസയായിട്ടൊക്കെ നമ്മൾ സർട്ടിഫിക്കറ്റ് ഡെപ്പോസിറ്റുകൾ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അതിന് നമുക്ക് ഇവിടെ ഒരു സെക്കൻഡറി മാർക്കറ്റും കൂടെ അവൈലബിൾ ആണ്. അപ്പൊ ഈ CDകൾ ഇഷ്യൂ ചെയ്യുമ്പോൾ ആ CD വാങ്ങിക്കാനുള്ള ഒരു സെക്കൻഡറി മാർക്കറ്റും കൂടെ ഇവിടെ അവൈലബിൾ ആണ്. അപ്പൊ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റിൽ നമ്മൾ വ്യാപകമായി ഉപയോഗിക്കുന്ന കൊമേഴ്ഷ്യൽ പേപ്പറിനെ കുറിച്ചും സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റിനെ കുറിച്ചത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.